കേരളത്തിൻ്റെ പുരോഗതി, വികസനം, ചരിത്രമൊക്കെ പറയുന്നുണ്ട്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് 57 ആരംഭിച്ച യാത്രയാണ്. കേരളത്തിൻ്റെ ഈ വ്യതിരിക്തതയാർന്ന വികസന യാത്ര, അതാണ് വാസ്തവത്തിൽ പുതുയുഗത്തിൻ്റെ ആരംഭം. ആ പുതുയുഗത്തിൻ്റെ വഴി വെട്ടിത്തെളിച്ചത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് 57. അവിടെ മുതൽ ഇങ്ങോട്ട് പലപ്പോഴായി കേരളം ഭരിച്ച ഇടതുപക്ഷ നേതാക്കന്മാർ നയിച്ച ഓരോ ഗവൺമെന്റുകളും നീങ്ങിയ വഴി അതേ വഴിയാണ്. ആ വഴിയിൽ ജനങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ടായിരുന്നു. വികസനത്തിൻ്റെ കേന്ദ്ര പരിഗണനയായി ആ വികസന പാത ജനങ്ങളെ കണ്ടിരുന്നു. അത് പ്രകൃതിയോട് ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയുള്ള ഫെഡറൽ കാഴ്ചപ്പാടുകളെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അങ്ങനെ ആ നയത്തിന്റെ തുടർച്ചയാണ്. അതേപ്പറ്റിയുള്ള ഒരു ദുർബല പരാമർശമുണ്ട് ഈ നയപ്രഖ്യാപനത്തിൽ. പക്ഷെ ആ പരാമർശം എത്രമേൽ ദുർബലമാണെങ്കിൽ പോലും ഞങ്ങൾ പറയുന്നു, 57 ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ആരംഭിച്ച, പിന്നീട് മാറി മാറി വന്ന പല ഗവൺമെന്റുകളിലുമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പങ്കുവഹിച്ച വികസന പാതയുടെ ആ ഒരു കോഴ്സ് ഓഫ് ജേണി, യാത്രാ പഥത്തിൽ നിന്നും മാറിപ്പോകാൻ ഗവൺമെന്റ് ശ്രമിക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ചില വിഷയങ്ങളിലെല്ലാം വളരെ അപൂർണതയുണ്ട്. അതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഒട്ടും വൈകാതെ നയപ്രഖ്യാപനത്തെ പറ്റിയുള്ള ഒരു പൊതുപ്രഖ്യാപനത്തിന് വേണ്ടി ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംബന്ധിച്ചു. നയപ്രഖ്യാപനം കഴിഞ്ഞ് അനവധി മണിക്കൂർ വൈകം മുമ്പായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ പത്രസമ്മേളനം. നയപ്രഖ്യാപനത്തിന്റെ ഒരു വ്യാഖ്യാനമെന്നോ വിശദീകരണമെന്നൊക്കെ പറയാവുന്ന ആ പ്രസ് കോൺഫറൻസിലും ഒരുപാട് ഈവ്സ് ആൻഡ് ബട്ട്സ് ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന കാര്യം കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. അതെല്ലാം നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നാളെ എന്ന് വെച്ചാൽ ഇൻ കമ്മിങ് ഡേയ്സ് വരുമെന്ന് കരുതാം. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. നിങ്ങൾ മുൻകൂറായിട്ടൊന്നും പറഞ്ഞ് ഒരു വിമർശനത്തിന്റെ ഭാഷ ഈ ഘട്ടത്തിൽ പറയാൻ ശ്രമിക്കുകയല്ല, അത് ചെയ്യുന്നില്ല. ഇതിനകത്തൊരു പരാമർശമുണ്ട്. കേരളത്തിന്റെ വികസനത്തിന്റെ എല്ലാ കാലങ്ങളിലെയും നെടുന്തൂണാണ്, അടിത്തറയാണ് ഭൂബന്ധങ്ങളിലെ മാറ്റം, ഭൂപരിഷ്കരണം. ഈ നയപ്രഖ്യാപനത്തിൽ അതിനെപ്പറ്റി പരാമർശമുണ്ട്. ആ ഭൂപരിഷ്കരണമാണ് കേരളത്തിന്റെ എല്ലാ പിൽക്കാല വളർച്ചയുടെയും വഴി കാണിച്ച മൗലിക നിയമം. കേരളപ്പിറവിയുടെ 50-ാം വാർഷികത്തിൽ ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. ഒരു ചോദ്യമുണ്ടായിരുന്നു അന്ന് അന്തരിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട സാംസ്കാരിക നായകൻ MT വാസുദേവൻ നായരോട്. ചോദ്യം ഇതായിരുന്നു: 50 കൊല്ലങ്ങളിലെ കേരളം കണ്ട ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമെന്തായിരുന്നു എന്നായിരുന്നു. ഒട്ടും ചിന്തിക്കാതെ MT പറഞ്ഞു, ഭൂപരിഷ്കരണ നിയമം. അതൊരു അർത്ഥവത്തായ പ്രഖ്യാപനമാണ്. സാഹിത്യകാരന്റെ കേവലമായ സാഹിത്യ പരാമർശമല്ല അത്. കേരളീയ ജീവിതത്തെ നിരീക്ഷിക്കുന്ന, ആഴത്തിൽ പഠിച്ച, ആ നിരീക്ഷണത്തിന്റെ ഫലങ്ങളെല്ലാം പലപ്പോഴും സ്വന്തം കൃതികളിലേക്ക് ആവിഷ്കരിച്ച ഒരു വലിയ മനുഷ്യന്റെ ശ്രദ്ധേയവും ശരിയുമായ നിലപാടായിട്ട് ഞങ്ങളതിൽ ഓർക്കുകയാണ്. അതാണ് ഭൂപരിഷ്കരണം. അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഈ നയപ്രഖ്യാപനത്തിലുണ്ട്. ആ പരാമർശങ്ങളെപ്പറ്റി ആഴത്തിൽ പറയാനോ പഠിക്കാനോ ഉള്ള വിവരങ്ങൾ അതിലില്ല. പക്ഷെ എങ്കിലും ഈ ഘട്ടത്തിൽ ഒരു കാര്യം പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDF ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്:
ഏത് പരിഷ്കാരമായാലും ശരി, കേരളത്തിൻ്റെ വികസനത്തിൻ്റെയും മുന്നേറ്റങ്ങളുടെയും അടിസ്ഥാന ഘടകമായിട്ട് എന്നും പരിഗണിക്കപ്പെടുന്ന പൊതുപരിഷ്കരണത്തിൻ്റെ മൗലിക സ്വഭാവത്തെ അട്ടിമറിക്കുന്നതൊന്നും നടപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കരുത്. അത് കൃത്യമായി പറയുകയാണ്. ആ കാര്യത്തിൽ ഉറച്ച നിലപാടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മേൽ ഡീഫിനുള്ളത്. ഭൂപരിഷ്കരണത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റാൻ പാടില്ല. ഇത് ഒരു നിലപാടായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. നയത്തെപ്പറ്റി പറയുമ്പോൾ ആ നയം UDF സർക്കാരിനുണ്ടോ എന്ന കാര്യം ഗവൺമെൻറ്റാണ് പറയേണ്ടത്. അത് പക്ഷേ പറഞ്ഞു കണ്ടില്ല. സ്ത്രീകൾക്കുള്ള യാത്ര സൗജന്യം പ്രഖ്യാപിച്ചത് വലിയ നല്ല കാര്യമാണ്. നയപ്രഖ്യാപനത്തിലും പ്രസ് കോൺഫറൻസിലും അതിങ്ങനെ പറഞ്ഞു പോയതല്ലാതെ എന്നു മുതലെന്ന് പറയാൻ കൂട്ടയ്ക്ക് കണ്ടില്ല. കണക്കെല്ലാം നോക്കണം, പഠനങ്ങൾ വേണ്ടിവരും, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അനന്തമായി കാത്തിരിക്കാൻ പറയരുത് സ്ത്രീകളോട്. കേരളത്തിലെ സ്ത്രീകൾ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി കണ്ട വാഗ്ദാനമാണത്. ആ വാഗ്ദാനം ഇനിയും ദീർഘമായ കാലവിളംബം കൂടാതെ നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുമെന്നാണ് ഞങ്ങളുടെ സൗഹാർദ്ദഭരിതമായ പ്രതീക്ഷയെന്ന് കൂടി ഞാൻ പറയട്ടെ. ഇനിയും വൈകാൻ പാടില്ല. പ്രസ് കോൺഫറൻസിലും അതുപോലെ തന്നെ നയപ്രഖ്യാപനത്തിലും ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. കാലാവസ്ഥാ മാറ്റം, ആഗോളതാപനം, അതേപ്പറ്റിയൊക്കെ പറയാതെയും നിലപാട് പറയാതെയും നയം വ്യക്തമാക്കാതെയും ഒരു ഗവൺമെന്റിനും മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അതാണ് പുതിയ ലോകം. കാലാവസ്ഥയിലെ മാറ്റങ്ങളും പ്രകൃതിയും ഇത്തരം കാര്യത്തിൽ മൗനം പാലിച്ചുകൂടാ എന്നാണ് എല്ലാവരെയും നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നത്. അത് UDF-നും ബാധകമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ UDF ഗവൺമെന്റ് നയത്തിൽ നിന്ന് എന്താണ് കേരളം പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. നയപ്രഖ്യാപനത്തിൽ അത്തരം പ്രഖ്യാപനമൊന്നും കണ്ടിട്ടേയില്ല. ഇതെല്ലാമാണ് ഞങ്ങൾക്ക് ഇഘട്ടത്തിൽ അതേപ്പറ്റിയുള്ള വളരെ ജനറലായ പ്രതികരണങ്ങൾ. കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നയത്തിൽ നിന്നും ദേശീയ നയത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കുമെങ്കിൽ BJP ഗവൺമെന്റിന്റെ ഫെഡറൽ തത്വങ്ങളെ പറ്റിയുള്ള അനാസ്ഥയെപ്പറ്റിയും അവഗണനയെപ്പറ്റിയും സാമ്പത്തിക രംഗത്ത് കാണിക്കുന്ന കേരള വിരുദ്ധമായിട്ടുള്ള നിലപാടിനെ പറ്റിയും പാലിക്കുന്ന ഈ മൗനം ഒരു നയമാക്കാൻ പാടില്ല. നയമാക്കിയാൽ അത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടും അനുഗുണമല്ല. അത് പുതുയുഗത്തിൻ്റെ വാഗ്ദാനവുമായി പൊരുത്തപ്പെട്ടു പോകാത്ത ഒന്നാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം